ഹലോ, നമസ്കാരം. ബേക്കേഴ്സിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും. ഏതെങ്കിലും ഒരു ഫാമിലിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു പെർട്ടിക്കുലർ സെലിബ്രേഷൻ്റെ കേക്ക്സ് എല്ലാ വർഷവും റിപ്പീറ്റായിട്ട് അല്ലെങ്കിൽ റെഗുലറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ കേക്ക് നമ്മൾ ചെയ്യണത് 2 വയസ്സുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ്. അന്നയുടെ മോളാണ്. അങ്കമാലി എന്നാണ് കേട്ടോ അവർ. അന്നയുടെ മോളുടെ ആദ്യത്തെ ബർത്ത്ഡേയുടെ കേക്ക് ഞാനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ കേക്ക് അതിൻ്റെ ഈച്ച് ലെയറും അതിൻ്റെ ഫ്ലേവറും ഒക്കെ നല്ല ഓർമ്മയിലുണ്ട്. അതായത് ഒരു വർഷമായി എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിനു മുമ്പ് രണ്ടാമത്തെ ബർത്ത്ഡേയുടെ കേക്കിൻ്റെ സമയമായി. ഇതേമാതിരി ഒരു വീഡിയോ ലാസ്റ്റ് ഇയർ ഫസ്റ്റ് ബർത്ത്ഡേയുടേത് നമ്മുടെ റീലിൽ എവിടെയോ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആ ഒരു ഡെപ്ത് മനസ്സിലായല്ലോ. ഒരേ കുട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും നമുക്ക് കേക്ക് ചെയ്യാൻ പറ്റുന്നത്, ആളുടെ ആ ഗ്രോത്തിൻ്റെ കൂടെ നമ്മളും വളരുകയാണല്ലോ. അങ്ങനെ ഒരുപാട് ആലോചിച്ച് കഴിയുമ്പോഴത്തേക്കും സന്തോഷമുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നിന്ന് നുള്ളിപ്പെറുക്കി എടുക്കാൻ എനിക്കുണ്ട്. പിന്നെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തിരുന്നത് ഉള്ളിൽ ടെൻഡർ കോക്കനട്ടും ടോപ്പ് ലെയർ മിക്സ്ഡ് ഫ്രൂട്ടായിട്ടായിരുന്നു. സെക്കൻഡ് ബർത്ത്ഡേ കുറച്ചുകൂടെ വലിയ സെലിബ്രേഷനായിട്ടാണ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കേക്ക്സ് വേണം. അതുപോലെ തന്നെ ഒരു സെൻറ്റർ പീസ് കേക്ക്, അത് നല്ല ക്യാച്ചി ലുക്കിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഫ്ലവറാണ് പാർട്ടിയുടെ തീം. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യുന്നതായിരിക്കണം കേക്ക്. ഇങ്ങനെയുള്ള ഇതൊക്കെയായിരുന്നു ഡിമാൻഡ്സ് ഉണ്ടായിരുന്നത്. നമ്മൾ വാനില ക്രീം സ്ട്രോബെറി ആണ് ഫില്ലിംഗ് ആയിട്ട് എല്ലാത്തിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ എനിക്ക് ആദ്യം കുറേ റെഫറൻസ് പിക്ചർ അയച്ചു. അതിനകത്ത് ഒരു 2 tier താഴെ ഡമ്മി വെച്ചിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പം ഡമ്മി വെച്ച് കഴിഞ്ഞാൽ അത് ലുക്ക് വൈസ് നന്നായിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൽ നമ്മൾ ബട്ടർ ക്രീമിൽ ഫ്രോസ്റ്റിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിനകത്തും ഒരു ഇൻ എ വേ അൺനെസസറി ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് വരുന്നുണ്ട്. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കേക്കിലേക്ക് വരികയാണെങ്കിൽ കുറച്ചുകൂടെ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കേക്ക് തന്നെ ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെയാണ് ഫൈനലി നമ്മൾ ഈ ടോൾ കേക്ക് ചെയ്തത്. പിന്നെ ഫ്ലവേഴ്സിനാണെങ്കിലും ലീവ്സിനാണെങ്കിലും സ്റ്റെമ്മൊക്കെ ഫോയിൽ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ലീവ്സൊക്കെ ഫില്ല് ചെയ്തിരിക്കുന്നത്. പിന്നെ വളരെ സോഫ്റ്റായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ലീവ്സും ഫ്ലവേഴ്സൊക്കെ. അവർക്ക് ഏകദേശം 150 ഗസ്റ്റ് മറ്റോ ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ 2 ട്രേസ് ഫുള്ള് നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കേക്ക്സ് ചെയ്തപ്പോഴത്തേക്കും ഏകദേശം അവർക്ക് എല്ലാവർക്കും കൊടുക്കാനുള്ള അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വേറെ വീഡിയോയിൽ വരാം കേട്ടോ.